ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചേനത്തണ്ടും ചെറുപയറും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ച്, പിന്നെ ഇതിലേക്ക് 1 സവോളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിനുള്ള എരിവിനാവശ്യമായുള്ള പച്ചമുളകും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് സ്വല്പം ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ചേനത്തണ്ട് ക്ലീൻ ചെയ്യുന്ന റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. ഇത് ക്ലീൻ ചെയ്ത് ചെറുതാക്കി അരിഞ്ഞത് ആണ് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായി വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കാരണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയാൽ ഇത് വെന്ത് ഉടഞ്ഞു പോവില്ല, ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ചേനത്തണ്ട് മാത്രമുള്ളൊരു റെസിപ്പി മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് കുക്കറിലിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, ഇതുപോലെ മണിമണിയായിട്ട് കിട്ടണം കേട്ടോ ചെറുപയർ. അതും കൂടി ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആ ചെറുപയറിലേക്ക് മഞ്ഞളിൻ്റെ ഉള്ളിൻ്റെയൊക്കെ ഗുണങ്ങൾ ചെല്ലണ വരെ കേട്ടോ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 2 പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാടൊന്നും വേണ്ട, ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ മൂടി വെച്ച് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത്ര തന്നെയുള്ളൂ ചേനത്തണ്ടും ചെറുപയറും തോരൻ റെസിപ്പി ഇതാണ്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്ത് നോക്കണേ, നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡി ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ.